സാംസങ്ങിൻ്റെ സാംസങ് ടാബ് S9 FE എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ടാബിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകൾ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ടാബ് S9 FE എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൽ 10.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വന്നേക്കാം. റെസൊല്യൂഷൻ വരിക 2304x1440 ആയിരിക്കും. ഇതിൽ അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. LCD പാനലായിരിക്കും ഈ ഒരു ടാബിൽ വരിക. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്തേക്കാം. 16:10 എന്ന ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഒരു ടാബ് വരിക. പിന്നെ ഈ ഒരു ടാബിൽ IP68 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു ടാബ് വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റും ആയിരിക്കും. പിന്നെ ടാബിൻ്റെ വെയിറ്റ് വരിക 524 ഗ്രാം ആയിരിക്കും. ഈ ഒരു ടാബിൻ്റെ ഗ്രേ, മിൻറ്റ്, സിൽവർ, ലെവൻഡർ എന്നീ കളർ വേരിയൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എക്സിനോസിൻ്റെ 1380 എന്ന പ്രോസസ്സർ ഈ ടാബിൽ വരുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. എന്നാലും ഏത് പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ടാബ് ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഈ ഒരു ടാബിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും പിന്നെ സിം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർഷനും വന്നേക്കാം. ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണൽ വരാനാണ് സാധ്യത. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വന്നേക്കാം. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള 1UI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ടാബിൻ്റെ പിന്നിൽ 8 MP ക്യാമറയും അതുപോലെ തന്നെ ഫ്രണ്ടിൽ 12 MP സെൽഫി ക്യാമറയും വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 8000 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എത്ര വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. ചില റിപ്പോർട്ടുകളിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല. ഒന്നുകിൽ 25 വാട്ടിൻ്റെ അല്ലെങ്കിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ മിക്കവാറും ടാബിൻ്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല. അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. Type C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു ടാബ് വരിക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ October 4 ഈ ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഫ്ലിപ്കാർട്ടിൻ്റെ അടുത്ത സെയിലിൽ ഈ ഒരു ടാബും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ പ്രൈസിങ്ങിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകൾ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. 529 യൂറോസ്, അതായത് 46,600 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ടാബ് വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനേക്കാൾ ടോപ്പിൽ വരുന്ന സാംസങ് S9 FE പ്ലസ് എന്ന ടാബിൻ്റെ തന്നെ വില ഇന്ത്യയിൽ 40,000 രൂപയ്ക്ക് താഴെയായിരിക്കും. അപ്പം ഈ ഒരു ടാബിൻ്റെ വില അതിലും താഴെയായിരിക്കും. മിക്കവാറും ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ ടാബിൻ്റെ വില എത്തിയേക്കാം. 25,000 to 30,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും സാംസങ്ങിൻ്റെ സാംസങ് ടാബ് S9 FE എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.